ഞാനുള്ളത് ഈ അഫാൻ കൊലപ്പെടുത്തിയ പിതൃ സഹോദരന്റെ വീടിന് സമീപത്താണ്. വിനോദ്, അവിടെയും ഈ പറഞ്ഞതുപോലെ പോലീസ് എത്തുമ്പോഴാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നത് ചുറ്റുമുള്ളവർ അറിയുന്നത്. ആ വീടിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ അഫാന്റെ വീടിന് ചുറ്റും വീടുകളാണ്, എന്നിട്ട് പോലും ആരും അറിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഈ നാട്ടുകാർ ഈ അഫാൻ അവിടെ വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ശ്രീജ, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ തൊട്ടടുത്ത് അങ്ങനെ അധികം വീടുകളില്ല. നമുക്ക് ആദ്യം ഈ പരിസരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീടിന് മറുവശമാണ് നമ്മൾ കാണുന്നത്. അത് ഇങ്ങനെ വളരെ വിജനമായ ഒരു പ്രദേശമാണ്. പിന്നെ ഒരല്പം മാറിയാണ് ഒരു വീട്, അത് അയൽവാസികളെന്ന് പറയാൻ ഒരു വീടാണ് തൊട്ടടുത്തുള്ളത്. പിന്നെ ഉള്ള വീടുകളെല്ലാം ദൂരേക്കാണ്. ഒരു വീട്ടുകാർ മാത്രമാണ് ഇതിനടുത്തുള്ളത്. ഈ വീടിന് പിറകിലും ഒഴിഞ്ഞ പുരയിടമാണ്. ഈ വീടിന് നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തും അങ്ങനെ വീടുകളില്ല. ആകെ ഈ വീട് ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വീട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കൊലപാതകം നടക്കുമ്പോഴും മറ്റ് ശബ്ദങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഒന്നും തന്നെ പുറത്ത് അറിയാതെ പോയത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. ബന്ധുക്കളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് തേടാൻ കഴിയുമോ എന്ന് നോക്കാം. ഏതായിരുന്നാലും ഇത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ച്, ഈ പരിസരവാസികളെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അഫാൻ ആദ്യം അമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ വനിതാ സുഹൃത്തിനെ, പെൺസുഹൃത്തിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇതിനൊരു കാരണമായി പൊതുവിൽ പറയുന്നതും. ഏതായിരുന്നാലും ഇതിന്റെ ഒരു വിശദാംശങ്ങളെല്ലാം തന്നെ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹത്തിന് തടസ്സം പറയുന്ന സാഹചര്യം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ഒരു നില. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യത, ഏതാണ്ട് 70 ലക്ഷം രൂപയുടെ ബാധ്യതയുടെ കാര്യമാണ് പറയുന്നത്. പിതാവ് നേരത്തെ സ്പെയർ പാർട്സിന്റെ കട നടത്തിയിരുന്നു വിദേശത്ത്. അതിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന കാര്യം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. മരണപ്പെട്ട ആളിന്റെ മൂത്ത മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ, അബ്ദുൾ ലത്തീഫിന്റെ. എപ്പോഴാണ് നിങ്ങളൊക്കെ ഈ വിവരം അറിയുന്നത്? എപ്പോഴായിരുന്നു നിങ്ങളുടെ വിവരം അറിയുന്നത്? ഇന്നലെ രാത്രി 7:30 മണിക്ക് സമയത്താണ്. 7:30 മണിക്കാണ്. അതെ അതെ. നേരത്തെ തന്നെ ഈ അഫാൻ ഇവിടെ വരുന്ന ആളായിരുന്നു. ഈ വീടുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജന്റെ മകനാണല്ലോ. ഇവിടെ അങ്ങനെ സ്ഥിരം വരാറൊന്നും ഇല്ല. ഇവരോട് പൈസ ചോദിക്കുകയോ അങ്ങനെ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായിരിക്കും ഇതിന് കാരണമായതായി കരുതുന്നു? കാരണം ഞങ്ങളും ഒന്നും അറിയുന്നില്ല എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച്. നമുക്ക് അദ്ദേഹത്തിന് എത്ര മക്കളാണ്? ഈ അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന ആളിന് എത്ര മക്കളാണ്? 2 പെൺമക്കളാണ്. എത്ര പേരാണ്? 2 പെൺമക്കളാണ്. അതിൽ മൂത്ത കുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത്. നിങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് പനവൂരിലാണ് താമസിക്കുന്നത്. ഈ വിവരം അറിയുന്നത് നാട്ടുകാർ അറിയിച്ചിട്ടാണോ അതോ പോലീസ് ഇവിടെ വന്ന് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അഫാൻ? ഇതൊരു കുടുംബത്തിനകത്താണല്ലോ ഈ 6 മരണം സംഭവിച്ചത്. ഈ ഒറ്റ ഫാമിലിക്കകത്തുള്ള ആൾക്കാരെയാണ് 6 പേരെ ഈ ക്രൂരമായി ഈ കൊലപാതക ശ്രമം നടത്തിയതും 5 പേര് മരണപ്പെട്ടു. ഒരാളുടെ അവസ്ഥ അറിയുന്നില്ല. അപ്പോ എന്താ പറയാ, ഈ ഇതിൽ ഒരാള് ഈ ഇവിടെ മരണപ്പെട്ട മാമയുടെ മാതാവിനെ പാങ്ങോട് ഇതുവരെ കൊലപാതകം നടത്തി. അതൊരു സ്വാഭാവിക മരണമാണ് എന്നുള്ളൊരു വിവരം ഇദ്ദേഹത്തിന്റെ അനിയൻ തന്നെ കരുനാഗപ്പള്ളിയിൽ താമസമുള്ള അബ്ദുൽ ബഷീർ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു മരണം നടന്നു. ഇവിടെ വിളിച്ചിട്ട് ഇവിടെ അവർ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അടുത്ത് താമസിക്കുന്നത് ഞാനായതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ജനക്കൂട്ടവും പോലീസുമായിട്ട് നിൽക്കുന്ന അവസ്ഥ കാണുന്നത്. വീട്ടിനകത്ത് കയറുമ്പോൾ ഇവരെങ്ങനെ ഈ ഒരാൾ ഹാളിലും ഒരാൾ അടുക്കളയിലും ആയിട്ടാണ്? അതെ അതെ അതെ. ഒരാള് സെറ്റിയിലിരിക്കുകയാണ്, ഒരാള് സെറ്റിയിലിരിക്കുകയാണ്, മാമ സെറ്റിയിലിരിക്കുകയാണ്. ഇരിക്കുകയായിരുന്നു. എങ്ങനെയാ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയായിരുന്നു? സെറ്റിയിലിരിക്കുന്നു, മറ്റേ അടുക്കളയിലെന്നാണ് അറിയുന്നത്. സെറ്റിയിൽ തന്നെ ഇരിക്കും. ഇരിക്കുന്ന അവസ്ഥയിലാണോ മൃതദേഹം ഉണ്ടായിരുന്നത്? അങ്ങനെ തന്നെ. സ്ത്രീയോ? ഇല്ല, സ്ത്രീയല്ല, അളിയൻ. അവരെങ്ങനെയായിരുന്നു? അടുക്കളയിലാണ്. അടുക്കളയിൽ 2 അടുക്കളയുടെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. അടുക്കളയിലായിട്ട്
ഈ ചായ ഉണ്ടാക്കാൻ പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വന്ന ആളിന് സ്വന്തം കൊച്ചാപ്പാറ മോനല്ലേ, കൊച്ചാപ്പാറ മോനാകുമ്പോ വരുമ്പോ ആരും വേറെ സംശയമൊന്നുമില്ലല്ലോ. വീട്ടിൽ വരുമ്പോ അത് ചായ കൊടുക്കും. അത് ആ ചായ ഇട്ട് കൊടുക്കാൻ പോയതായിരിക്കാം. ചായ ഇട്ട് കൊടുത്തേക്കുന്നു. അവിടെ ടേബിളിൽ ചായ ഉണ്ട്. എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ട്? ഇവരുമായിട്ട് ഒരു സാമ്പത്തികമൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും ഇവര് മൂത്താപ്പ അല്ലേ, മൂത്താപ്പ മോനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും പറയുക എന്തെങ്കിലും ചെയ്തതിന്റെ വൈരാഗ്യം ഉണ്ടാവാം. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാൻ അറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംസാരം അങ്ങനെ നടന്നാന്നറിയില്ല. ഈ അഫാൻ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് അറിയില്ല. അവനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഇത് ഇവര് ഇവിടെ അങ്ങനെ വരണതൊന്നും കണ്ടിട്ടുള്ളതല്ലല്ലോ. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നെങ്കിലും പരിസര ചേട്ടൻ ഞാൻ ഇവിടെ അപ്പുറത്ത്. നമുക്ക് ഈ വീടും ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. കാരണം തൊട്ടടുത്തൊന്നും ഒരു വീട് മാത്രമേ ഉള്ളൂ. ദൂരമുണ്ട്, അവിടെയും കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് സൗണ്ട്, അതുമല്ല ഇവരെ സൗണ്ട്, ഇവര് മിലിറ്ററിയൊക്കെ ആയിരുന്നുകൊണ്ട് ആ ഒരു അലുമ്പും ബഹളവും അലപ്പും ബഹളവും അങ്ങനെയുള്ള ആർക്കും പരിസര ഒരിതും ഇല്ല. അവര് അവരെ കാര്യങ്ങൾക്ക് പോകും വരും. സൈനികനായിരുന്നു, മിലിറ്ററി. മിലിറ്ററിയാണ്, സൈനികമാണ്. 2 മക്കളാണ്. 2 മക്കൾ, 2 പെൺകുട്ടികളാണ്. ഇത് നിങ്ങളിത് നാട്ടുകാരെല്ലാം അറിഞ്ഞത് പോലീസ് വന്നപ്പോൾ? പോലീസ് ഇത് ന്യൂസ് അറിഞ്ഞു, പക്ഷെ ഇതാണെന്ന് അറിഞ്ഞില്ല. പോലീസ് വന്ന് ഇവിടെ വന്ന് താഴെ വന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത്. പോലീസ് ഇവിടെ വന്ന് കയറിയപ്പോഴാണ് നമ്മൾ ഇത് ഉറപ്പിച്ചത്. ഇതിനു മുമ്പ് ഈ അഫാൻ ഇവിടെ വരുന്നതായിട്ട് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അഫാന്റെ അച്ഛന്റെ ജ്യേഷ്ഠനല്ലേ ഇവിടെ? സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം ജ്യേഷ്ഠനാണ് താമസിക്കുന്നത്. ഈ അമ്മൂമ്മയെ കൊലപ്പെടുത്തിയിട്ടായിരിക്കും ഒരു വിഷയം ആയിരിക്കാം, അല്ലാതെ വേറെ ചാൻസ് ഒന്നുമില്ല. പോലീസ് വന്നിട്ട് നോക്കിയപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞ്, 7:30 മണിക്ക് 2.5 മണിക്കൂർ കഴിഞ്ഞെന്നാ പറയുന്നത് മരണം. അങ്ങനെ പോലീസ് വന്ന ശേഷമാണ് എല്ലാവരും ഇവിടെ അറിയണത്. ചേട്ടാ പരിസരവാസിയാണോ? എന്റെ മാമിയുടെ മോളാണ്. ഇത് എന്തെങ്കിലും കാരണം അതിനെ പറ്റി ഒന്നും അറിയില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. 7 മണിക്ക് ശേഷം പോലീസ് വന്ന് ആളിനെ തിരക്കി വന്നപ്പോഴാണ് അറിയണത്, വൈകുന്നേരം. അപ്പോഴാണ് ഞങ്ങൾ അറിയണത്. അപ്പൊ ഇവൻ ചെന്ന് അവിടെ മൊഴി കൊടുത്തതിന് ശേഷമാണ് പോലീസ് അവിടെ നിന്ന് അറിയുന്നത്. അപ്പൊ ഇവിടെ പുറത്തൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഓടി തള്ള മരിച്ചെന്നറിഞ്ഞു. തള്ള മരിച്ച് ഞങ്ങളെല്ലാം കൂടെ പോകാൻ കാണാനുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ നിൽക്കപ്പോഴാണ് പോലീസ് വണ്ടിയും ആൾക്കാരുമായിട്ട് വരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് പോലീസിനോട് പറഞ്ഞതുകൊണ്ടാണ് അറിയുന്നത് തന്നെ. ഇങ്ങനെ പറഞ്ഞു, അതാണ് അറിയണത്. അല്ലെങ്കിൽ എല്ലാം അറിയപ്പോഴാണ്. ഇത് നേരത്തെ ഇവിടെ വരാറുണ്ടായിരുന്നു? അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതിനെപ്പറ്റി നമുക്ക് അറിയാനില്ല, കണ്ടിട്ടില്ല. ഇത് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ഒന്നും അറിഞ്ഞില്ല. നമ്മളൊക്കെ അപ്പുറത്താണ് താമസം, ഒന്നും അറിഞ്ഞില്ല. ഈ നിലവിളി ശബ്ദം എന്തെങ്കിലും? ഒരു കണക്കോ അയൽവക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയെന്ന് പറയുന്നു. ബൈക്കിൽ എന്തോ അതിനെ അറിയാൻ വയ്യ. നമ്മൾ തൊട്ടടുത്ത് വീടും ഇല്ലല്ലേ? ഒരു വീടാണ് ആ മാറിയിരിക്കുന്നത്. എത്ര പേരെ താഴെ മുമ്പിലാണെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ വീടില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് അറിയില്ല. ഫ്രണ്ടിൽ ഇവിടെ വീടില്ലാത്തതുകൊണ്ട് ഇത് കാലിയായിട്ട് കിടക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും കഴിഞ്ഞാലും അവരിവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയങ്ങ് പോയി. അത് അറിയില്ല. ഒരു വീട്ടിലുള്ള മനുഷ്യനൊന്നും അല്ല, കുടുംബമൊന്നും അല്ല. 2 മാത്രം, 2 മക്കള്, 2 പെൺമക്കള്. ഇത് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ആരെങ്കിലും സംശയം? വൈരാഗ്യമൊന്നുമില്ല. ഇത് സൈലന്റ് ആണ് ആള്. പരിചയമുള്ളതാണോ? ഇവിടെ പരിചയമുള്ള അടുത്തുള്ളതാണ്. അദ്ദേഹം എങ്ങനെയാണ് സാധാരണ? നല്ല മനുഷ്യൻ. അഫാനെ കണ്ടിട്ടുണ്ട്? ഇല്ല. ഈ നാട്ടുകാരും ഇതുവരെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല എന്നാണ്. അഫാൻ ഈ ഭാഗത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പോകുന്നതോ ഒന്നും കണ്ടതായി ആരും ഓർക്കുന്നില്ല, കണ്ടിട്ടില്ല എന്ന കാര്യമാണ്. കാരണം